സ്റ്റാർട്ട് ചെയ്തോടെ. ആരാണ് വിളിച്ച പ്രയർ സ്റ്റാർട്ട് ചെയ്തു? മാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം 12:05 സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, ഞാൻ ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും ഇന്നു വാഴ്ത്തിടാം ഞങ്ങൾ പാടും വഴിക്കും ഈ പദങ്ങൾ നർത്തലോലമാകണേ കുഞ്ഞു വീടിനുൾക്കണങ്ങൾ സ്വർഗമാകണേ അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ ചരങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. Good afternoon, Miss. Good afternoon, all of you. Winners are not people who never fail, but people who never quit. Winners ഒരിക്കലും ഫെയിൽ ആവാതിരിക്കുന്നവരല്ല, പക്ഷെ അവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ക്വിറ്റ് ചെയ്യാത്തവരാണ് വിന്നേഴ്സ് ഉണ്ടാവും. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. മാം സൈനിനായിട്ട് ഞാൻ രണ്ടുപേര് പാട്ട് പാടാം. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്തേ പോരാത്തു വാവേ വാവാച്ചി. കുന്നിക്കൊരുക്കുത്തി നുള്ളിപ്പറിച്ചിട്ടു പിന്നിക്കൊരുത്തൊരു മാല തീർക്കാം, തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കാലമാനെ തൊണ്ടത്തരാം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ
കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഓക്കെ, വെരി നൈസ്. ഫസ്റ്റ് തന്നെ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് കുറെ ഈ പേര് എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? പ്ലീസ് അത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തേക്ക്. ചോദിക്കൂ. നിങ്ങളുടെ ബാച്ചിൽ നിന്ന് മാത്രമല്ല, പല പല ബാച്ചിൽ നിന്ന് വന്നു. ഞാനത് ഒന്ന് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞതാ. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് അതങ്ങ് ക്ലിയർ ചെയ്തിട്ട് ക്ലാസ്സിലേക്ക്. എക്സാമിനെ കുറിച്ചുള്ള ഒരു ഡൗട്ടാണ്. അത് 50 മാർക്കിൽ എന്ന് പറഞ്ഞത് 10 മാർക്ക് ഇംഗ്ലീഷും ബാക്കി നമ്മളിപ്പോ എടുത്ത പാർട്ട് 1 പാർട്ട് 2 എല്ലാ യൂണിറ്റ്സിന്റെയും കൂടി 40 മാർക്കിലാണോ? 40 മാർക്കല്ല, 40 ക്വസ്റ്റ്യൻ. 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്. ഓരോ ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻ മൊത്തം. ഓക്കെ ഓക്കെ. മൊത്തം മാർക്ക് എത്രയില്ല? ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അപ്പൊ 100 മാർക്കാണ്. ഒറ്റ ഒരു ഡേ നടത്തുന്ന എക്സാം ആയിരിക്കും അല്ലെ? ഒരു ഡേ 1 മണിക്കൂർ 100 മാർക്കില്. 100 മാർക്കില്. ടേം 1 എക്സാമിനേഷൻ അല്ലേ? ഇപ്പൊ ടേം 1 എക്സാമിനേഷനും ടേം 2 എക്സാമിനേഷനും കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിൻ എക്സാമിന്റെ കുറിച്ചൊരു നല്ലൊരു ഐഡിയ കിട്ടും. ആ പ്ലാറ്റ്ഫോം എങ്ങനെയാണ്, അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് എങ്ങനെയാണ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 7 ഈവനിങ് ടൈമിലായിരിക്കും എക്സാം. ഈവനിങ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് 7 to 8 അല്ലെങ്കിൽ 7:30 to 8:30 ആ ഒരു ടൈം ആയിരിക്കും. അതാവുമ്പോൾ എല്ലാവർക്കും പകല് ജോലിക്ക് പോകുന്ന എല്ലാവരുടെയും കൂടെ ഒരു കൺവീനിയൻസ് നോക്കിയിട്ടാണ് ആ ഒരു ടൈം. അതിൽ മാറ്റം ഉണ്ടാവില്ല. ആ ഒരു ടൈം തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. 7 to 8 അല്ലെങ്കിൽ 7:30 to 8:30 ഡിപ്പെൻസ് ഏതാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾ ആയിരിക്കും ടൈം വരുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് തരും. അത് നിങ്ങളുടെ ക്ലാസ് റൂം ലിങ്ക് അല്ല കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ മീറ്റിന് പുതിയൊരു ലിങ്ക് തരും. പിന്നെ അതുപോലെ തന്നെ സാധാരണ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കിട്ടും അല്ലെ? അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു, അപ്പൊ തന്നെ സ്കോർ അറിയുന്നു. പിന്നെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അതിൽ കയറി പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വീണ്ടും സബ്മിറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആക്കാവുന്നതാണ്. പക്ഷെ എക്സാമിന് 7 to 8 എന്നുള്ള ടൈമിൽ തന്നെ ആ ഒരു ഡേയിൽ ആ ടൈമിൽ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ തന്നെ സ്കോർ കിട്ടില്ല. മേ ബി 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ കമ്മിങ് വീക്കിലായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ടൈം ഔട്ട് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ വരില്ല. പിന്നെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഹോൾ 1 ഹോൾ 2 എന്നും പറഞ്ഞ് നമ്മൾ സാധാരണ ഗ്രൗണ്ട് ലെവലിൽ എക്സാമിന് പോകുമ്പോൾ അങ്ങനെയല്ലേ, പല പല ക്ലാസ്സിലായിട്ടായിരിക്കുമല്ലേ നമ്മൾ എക്സാം എഴുതുന്നത്. നമുക്കിവിടെ ഹോൾ 1 ഹോൾ 2 എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യും. 2ലും ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഹോൾ 1ലേക്ക് ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ആയിരിക്കും, ഹോൾ 2ലേക്ക് വേറൊരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ആയിരിക്കും. അപ്പൊ ഇത്ര കുട്ടികള് ഹോൾ 1ലും ഇത്ര പേര് ഹോൾ 2ലും ആണെന്നുള്ള ലിസ്റ്റ് നേരത്തെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. അപ്പൊ ലിസ്റ്റ് നോക്കിയിട്ട് ഏത് ഹോളിലാണ് കണ്ടുപിടിക്കുക. നമ്മുടെ പേര്, ഒരു റോൾ നമ്പർ പ്രൊവൈഡ് ചെയ്യും. അത് ഏത് ഹോളിലാണെന്ന് കണ്ടുപിടിക്കുക. ആ ഹോളിന്റെ ഗൂഗിൾ മീറ്റിന്റെ ലിങ്കിൽ തന്നെ കയറുക. എക്സാം തുടങ്ങുന്നതിന് ഒരു 2-3 മിനിറ്റ്സ് മുമ്പ് 5 മിനിറ്റ്സ് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് വരും. അപ്പൊ ഹോൾ 1 ക്വസ്റ്റ്യൻസ് എല്ലാം സെയിം തന്നെ, പക്ഷെ ഹോൾ 1ന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ആയിരിക്കില്ല ഹോൾ 2ന്. അതൊരു സോഫ്റ്റ്വെയറിന്റെ ഒരു രീതിയാണ്. ഹോൾ 1ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ആയിരിക്കും, ഹോൾ 2ന് വേറൊരു ലിങ്ക് ആയിരിക്കും. അപ്പൊ നമ്മുടെ പേര് ഹോൾ 1ലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഹോൾ 1ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യണം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എഴുതുന്ന സമയത്ത് ഓഡിയോ മ്യൂട്ട് ആയിരിക്കണം, വീഡിയോ ഓൺ ആയിരിക്കണം. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും വീഡിയോ ഓൺ ചെയ്യണം എന്ന് തന്നെ പറയും. അപ്പോൾ എന്നിട്ട് എക്സാം എഴുതി കഴിയുമ്പോൾ ഓഡിയോ ഓൺ ചെയ്ത് നമ്മളുടെ പേരും റോൾ നമ്പറും പറഞ്ഞ് സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന് ഇൻവിജിലേറ്ററിനോട് പറയണം. അപ്പൊ ഇൻവിജിലേറ്റർക്ക് നോക്കി കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സബ്മിറ്റ് ആയിട്ടുണ്ട്, ലീവ് ആയിക്കോളാനായിട്ട് പറയണം. അപ്പൊ വേണം ലീവ് ആകാൻ. അന്ന് കൺഫേം ചെയ്തതിന് ശേഷം, നമ്മുടെ സബ്മിറ്റ് ആയിന്ന് കൺഫേം ചെയ്തതിന് ശേഷം വേണം ലീവ് ആകാൻ. ഇനി ഹോൾ 1ൽ കയറിയിട്ട് ഹോൾ 2വിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹോൾ 1ലെ ഇൻവിജിലേറ്റർക്ക് അറിയാൻ പറ്റില്ല, സബ്മിറ്റ് ആയി എന്നുള്ളതിൽ കാണില്ല. അത് അപ്പുറത്തെ ഹോളിൽ പോയി കിടക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ?
അപ്പൊ പിന്നെ അപ്പുറത്തെ ഇരിക്കുന്ന ഇൻവിജിലേറ്ററിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യണം. അത് ഈ എക്സാം ടൈമിൽ ഇത്തിരി പാടായിരിക്കും. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സബ്മിറ്റ് ആക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരാളുടെ നോക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് പോയി നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും മാക്സിമം നമ്മളങ്ങനെ ചെയ്ത് നോക്കി ശരിയാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ എക്സാമിന്റെ ഒരു രീതി, ടെക്നിക്കൽ ആയിട്ടുള്ള രീതി. നിങ്ങൾക്ക് 2 ഹോള് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ 2 ഹോളിനും സെപ്പറേറ്റ് ഗൂഗിൾ മീറ്റ് ലിങ്ക് ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോമിനും ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത് നോക്കി നമ്മൾ ഏത് ഹോളിലാണ് പേര് ലിസ്റ്റ് വന്നിരിക്കുന്നത് അത് നോക്കി മനസ്സിലാക്കിയിട്ട് എക്സാം എഴുതി കഴിഞ്ഞ് ഇൻവിജിലേറ്ററുടെ പറഞ്ഞ് സബ്മിറ്റ് ആയിന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം ലീവ് ആകാൻ. 10-20 മിനിറ്റ്സ് കൊണ്ടൊക്കെ എക്സാം തീരും, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. MCQ അല്ലേ, 50 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. ഇതാണ് ഇതൊരു ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ടെക്നിക്കലി എങ്ങനെയാന്നുള്ള നല്ല ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പോ ഈ ഗൂഗിൾ മീറ്റ് പോലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലിങ്ക് നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് അവർ തരുമോ? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി തരും. അത് ഞാൻ ഈ തന്നതും അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്. പിന്നെ ചിലര് ഒറ്റ ഡിവൈസിൽ നിന്നായിരിക്കും കയറുക, ചിലര് ലാപ്ടോപ്പിൽ നിന്ന് ഒരെണ്ണം ഓപ്പൺ ചെയ്യും, മൊബൈലിൽ നിന്ന് ഒരു, അതായത് നമുക്ക് ഗൂഗിൾ മീറ്റും ഓൺ ആക്കി വെക്കണം, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്കും ഓപ്പൺ ചെയ്യണമല്ലോ. അതാ പറഞ്ഞേ, സെയിം രണ്ടും ഓപ്പൺ ചെയ്യണം. അത് നമ്മളിപ്പോ ഒരു ഡിവൈസേ ഉള്ളൂ, അപ്പൊ അത് സാധ്യമാകുക എങ്ങനെയാന്നുള്ളത് ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സാധ്യമാകും. ഇപ്പോ ഞാനിപ്പോ മൊബൈലില് നമ്മുടെ ക്ലാസ്സിന്റെ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഞാൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ, അതേസമയം തന്നെ എനിക്ക് വാട്സാപ്പ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എന്താ പറ്റുക, നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് മിനിമൈസ് ചെയ്ത് നമ്മുടെ ഡിവൈസിന്റെ റൈറ്റ് സൈഡ് കോർണർ ഡൗണിൽ പോയി കിടക്കില്ലേ? അതെ മിനിമൈസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന, ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാക്ക് ഇടുമ്പോൾ നമ്മൾ ചെറിയ ഇതില് താഴെ കാണിക്കുമല്ലോ, എന്നാലും നമുക്ക് വാട്സാപ്പിക്ക് കയറാൻ പറ്റും. അങ്ങനെ ആ രീതിയല്ലേ? അതെ, അതെ. അങ്ങനെയാണ് ആ ലിങ്കിലേക്ക് കയറേണ്ടത്. വാട്സപ്പിലേക്ക് പോയി ആ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും അല്ലെ? ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്ത് അത് ആൻസർ ചെയ്യാം. വീഡിയോ അവിടെ ഓൺ ആയിട്ട് എടുക്കല്ല, അത് നോക്കണ്ട, അതിനെപ്പറ്റി ചെയ്യണ്ട. പിന്നെ കഴിയുമ്പോൾ മാത്രം അവിടെ ചെന്ന് സബ്മിറ്റ് കൊടുത്തിട്ട് കഴിയുമ്പോൾ ചെന്ന് പറയുക. അപ്പൊ അവര് കൺഫേം ചെയ്ത് പറയും, യെസ് സബ്മിറ്റ് ആയിട്ടുണ്ട്, ലീവ് ആയിക്കോളൂ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ആയിരുന്നു. ഈ 2 ടേം നെറ്റ്വർക്കിന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് റിജക്ട് ആയി പോവോ എക്സാമിന്റെ ഇടയിൽ? അങ്ങനെ നെറ്റ്വർക്ക് നമ്മുടെ സൈഡ് നമ്മളതൊന്ന് ക്ലിയർ ആക്കാനായിട്ട് നോക്കണം, പ്രോപ്പർ ആക്കാനായിട്ട് നോക്കണം. പിന്നെ ഈ ഫോണിൽ പല പല ആപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഫോൺ സ്റ്റോറേജ് ഒക്കെ ഫില്ലായിരിക്കും. അപ്പൊ അതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത്, കാരണം ചിലർക്ക് ഹാങ് ആവണമെന്നൊക്കെ പറയാറുണ്ട് എക്സാം എഴുതുന്ന സമയത്ത്. അപ്പൊ ഫ്രം അവർ സൈഡ്, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുക. ബാക്കി പിന്നെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഹോളിൽ കയറില്ല, പക്ഷെ ഞാൻ ഓൺലൈൻ ഉണ്ടാവും, ഞാൻ ലൈവായിരിക്കും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പൊ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യും. ആ സമയത്ത് ഞാൻ അലേർട്ടായിരിക്കും, വേറെ പണിക്കൊന്നും പോവില്ല. ഞാൻ എക്സാം കഴിയണവരെ ഞാൻ അത് തന്നെ ഓർത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത്, അല്ലാതെ ഈ പകൽ ടൈമിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കുകയോ മെസ്സേജ് അയക്കുക, ചിലപ്പോൾ മെസ്സേജ് റീഡ് ചെയ്യും പിന്നെ റിപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിലേക്ക് പോകും, ആരാ അയച്ചെന്നൊക്കെ ഒരു ബോധം ഉണ്ടാവില്ല, കാരണം വെച്ചാൽ കുറെ ബാച്ച്. പക്ഷെ എക്സാം ടൈമിൽ ആ ഒരു 1 hour ഞാൻ അലേർട്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എക്സാമിന്റെ ഡേറ്റ് വന്നോ? ടേം 1 എക്സാമിനേഷന്റെ ഡേറ്റ് ഇല്ല, ഒന്നും ഇല്ല മാം. നമുക്ക് എവിടം വരെയായി പോർഷൻസ്? മീൻസ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ഒരു കാര്യം. നമ്മൾ എക്സാം ചെയ്തോണ്ടിരിക്കുമ്പോഴേ മാം അറിയാതെ എങ്ങാനും ബാക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നേന്ന് ലിങ്കിൽ കയറി ചെയ്യാവോ? അങ്ങനെ ബാക്ക് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അത് കിടക്കുന്നുണ്ടാവുമല്ലോ. ഈ ഒരു ഭാഗം ഇങ്ങനെ എടുക്കുമ്പോഴേക്കും നമ്മൾ ഏതൊക്കെ ആപ്സ് ആണ് എടുത്തിട്ടുള്ളത് അത് മുഴുവൻ ആ സ്ക്രീനിൽ വരില്ലേ. അപ്പൊ നമ്മുടെ ആ ക്രോം ആയിരിക്കും, ക്രോമിൽ നിന്ന് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനോ? അല്ല മാം, നമ്മൾ ഈ ലിങ്കിൽ ഓപ്പൺ ചെയ്ത് കയറി മോക്ക് ടെസ്റ്റ് ചെയ്യില്ലേ, അപ്പൊ നമ്മൾ ബാക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നേന്ന് ലിങ്കിൽ കയറിയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. നമ്മള് ബാക്ക് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇരുന്ന് ക്രോമിൽ ഉണ്ടാവും, എന്നാലും സമയമുണ്ട്, ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കട്ടെ കേട്ടോ. ഷംന പറഞ്ഞ പോലെ
കാരണം ചിലപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ചില സമയത്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോണിൽ കോള് വരുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ ഇത് ബാക്കിലായിട്ട് കിടക്കും. ഇതിപ്പോ ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എടുത്തേക്കുവാണേ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് സംഭവം എന്തോ സംഭവിച്ചു, അതങ്ങ് പോയി എന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ നമുക്ക് ചിലർക്ക് ഇവിടെ ആയിരിക്കും, ചിലർക്ക് റൈറ്റ് സൈഡിലായിരിക്കും. എനിക്ക് ഇവിടെയാണ് ഈ ഒരു ഇതിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും ഞാൻ എടുത്ത 2 ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണോ ആ പേജ് വരും. ഒന്ന് വാട്സപ്പും, കാരണം വാട്സാപ്പിൽ നിന്നാണല്ലോ ഞാൻ ലിങ്ക് സെലക്ട് ചെയ്തത്, മറ്റേത് ക്രോമുമാണ്. ക്രോം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് വീണ്ടും ആ ക്വസ്റ്റ്യൻസാ വരിക. അങ്ങനെ ബാക്ക് ആവുകയാണെങ്കിൽ മനസ്സിലായോ? എനിക്കൊരു കോള് വന്നു, അറ്റൻഡ് ചെയ്യേണ്ട വന്നു, അപ്പോഴേക്കും ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് മാറും, ആ സ്ക്രീൻ അങ്ങ് മാറും. ഞാൻ ബാക്കിൽ പോയിട്ട് അതെടുക്കാം. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി, പക്ഷെ സമയം കൂടെ നോക്കണം. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, അത് നമ്മൾ ആദ്യം ലിങ്കിൽ കയറി നമ്മളത് ഓപ്പൺ ആകുമ്പോഴേ പിന്നെ വാട്സപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻ വരുമെന്ന് പറയത്തില്ലേ, അപ്പൊ രണ്ടും കൂടെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ഫേസ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്? വാട്സപ്പിലെ ലിങ്കിലല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നേ? അതെ. അപ്പം മറ്റേ മീറ്റിനകത്ത് വരുന്നത്, അപ്പം ഈ ക്വസ്റ്റ്യൻ അപ്പം ചെയ്യുമ്പോഴേ എങ്ങനെയാ നമുക്ക്? ഹോളല്ലേ, എക്സാം ഹോളാണ് ഗൂഗിൾ മീറ്റ്. ഓക്കെ മാം. നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗൂഗിൾ ഫോം. അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ വാട്സപ്പിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റ് പോയി റൈറ്റ് സൈഡ് കോർണറിൽ പോയി കിടക്കും, ഒരു മിനിമൈസ് ചെയ്ത് കിടക്കും. നമുക്ക് കാണാൻ പറ്റും അവിടെ ഗൂഗിൾ മീറ്റ് നടക്കുന്നു, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആണ് സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ മാം. ഹലോ മാം. മാം എന്റെ പേര് സൂര്യ. ഒരു കാര്യം ചോദിച്ചോട്ടെ? സൂര്യ പ്ലീസ്. കഴിഞ്ഞ 2 ക്ലാസ്സിന് ഞാൻ കയറിയിട്ടില്ലായിരുന്നു മാം. അന്നേരം ആരെങ്കിലും ചോദിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സെപ്റ്റംബർ 24-ാം തീയതി മാമിന്റെ നമ്പറിലേക്ക് അസൈൻമെന്റ് സെൻഡ് ചെയ്തായിരുന്നു. എനിക്ക് മറ്റേ നമ്മുടെ ആപ്പിലൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വാട്സപ്പിലേക്കാണ് ചെയ്തത്. അപ്പം എന്റെ മാർക്കിനായിട്ട് എങ്ങനെയാ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്? മാർക്ക് കിട്ടാത്തതാണോ? അതെ മാം. മാം ബ്ലൂടിക്ക് മാം കണ്ടിട്ടുണ്ട്, എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തായിരുന്നു മാം. പക്ഷെ എനിക്ക് മാർക്കിന്റെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇനി വെയിറ്റ് ചെയ്യണോ അതോ വീണ്ടും സെൻഡ് ചെയ്യണോ? കുറിച്ചോർത്ത് ബോധർ ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ അയ്യോ എന്റെ അസൈൻമെന്റ് വാല്യൂ ചെയ്തില്ല, എനിക്ക് മാർക്ക് കിട്ടില്ല എന്നുള്ളത്. ഇത് നമുക്ക് ഓരോ മാസം ഓരോ ബാച്ച് ഇറങ്ങുന്നതിന്റെ അവരുടെ എക്സാമിന്റെയും ഒക്കെ ഒരു വൈവയുടെ ഒക്കെ വന്നതുകൊണ്ട് അതൊന്നും ഷെഡ്യൂൾ ചെയ്യും. പിന്നെ എനിക്ക് എന്റെ കുറെ പേഴ്സണൽ കാര്യങ്ങൾ, കുറെ ഹോസ്പിറ്റൽ കേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക, ഞാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നോക്കാൻ ഡിലേ ആയത്. ഡെഫിനറ്റ്ലി ഞാനത് നോക്കി നിങ്ങൾക്ക് മാർക്ക് അയച്ചു തരും കേട്ടോ. ഒരു മാത്രമല്ലല്ലോ, അതുകൊണ്ടാണ്. പറഞ്ഞു സംഗീത പ്ലീസ്. നമുക്ക് മാം ഇപ്പൊ എടുത്തേക്കുന്ന ലെസനുകളുടെ ഒക്കെ മോക്ക് ടെസ്റ്റ് 2 ലെസന്റെ മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും തന്നിട്ടില്ല മാം. അത് തരാം, എല്ലാ ക്വസ്റ്റ്യൻസും റെഡിയാണ്. അതൊന്നും നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ട ഒരു താമസം മാത്രമേ. താങ്ക് യു മാം. ആദ്യത്തെ പാർട്ടില് ചൈൽഡ് വെൽഫെയർ മാം ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അശ്വതി മാം എടുത്തോണ്ടിരിക്കുന്ന ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ആവാനുണ്ട്. ഞാൻ ചൈൽഡ് വെൽഫെയർ എടുക്കാൻ തുടങ്ങിയോ? ഇല്ലല്ലോ. തുടങ്ങുന്നല്ല, സ്റ്റാർട്ട് മാം എടുക്കുന്നെന്ന് പറഞ്ഞത് ആരതി മിസ്, അങ്ങനെ എങ്ങോട്ടാ പറഞ്ഞ, സുറുമി അങ്ങനെ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മ. അശ്വതി ഉണ്ടോ ക്ലാസ്സില്? മോണ്ടിസോറി ടോപ്പിക് അശ്വതി മിസ് എടുക്കുന്നില്ലേ? അശ്വതി മിസ് എടുക്കുന്നുണ്ട്. മിസ് പാർട്ട് 2 ഡിഫൻസ് മെക്കാനിസം ഏതെടുത്തോണ്ടിരിക്കുന്നത്? ഡിഫൻസ് മെക്കാനിസം അശ്വതി മാം എടുത്തോണ്ട്. അത് കഴിയുമ്പോ മിസ് ചൈൽഡ് വെൽഫെയർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് മിസ്സാന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അശ്വതി മാം ആയിരിക്കും. ഓക്കെ. അപ്പൊ ചൈൽഡ് വെൽഫെയറും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആവും. ഓക്കെ. അപ്പൊ പാർട്ട് 2 ഞാനൊന്നും എടുക്കാനില്ലേ? ഇല്ല, എല്ലാം കഴിഞ്ഞു. ഹൈജീനും എഡ്യൂക്കേഷൻ സൈക്കോളജി എടുക്കാനുണ്ടല്ലേ? എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് മാം എടുക്കാന്ന് പറഞ്ഞത്. ഇവരുടെ ക്ലാസ്സിൽ അതൊന്ന് വായിച്ചു വരാൻ പറഞ്ഞിരുന്നു. ഓക്കെ. അത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആതിര മിസ് ഉണ്ടോ? അല്ലേ? മിസ് ഇപ്പൊ ഏതാ എടുത്തോണ്ടിരിക്കണേ? മിസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തിരുന്നോ? നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് പോയിരുന്നോ? നിങ്ങൾക്ക് ആ PDF കിട്ടിയിരുന്നോ? കിട്ടി. അത് കഴിഞ്ഞു അല്ലേ? സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സ്റ്റാർട്ട് ചെയ്തേ ഉള്ളോ അതോ തീർത്തില്ല?
കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി. അത് കംപ്ലീറ്റ് ആയി. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അപ്ലൈ ചെയ്യുന്ന സയൻസ് അതിനെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. പറഞ്ഞു, ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എഡ്യൂക്കേഷൻ സൈക്കോളജി. അതെ നമ്മൾ റീഡ് ചെയ്ത് ഡിസ്കഷനിലേക്കൊന്നും പോയിട്ടില്ല അല്ലെ? ഇല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. മാം ഒരു കാര്യം ചോദിക്കട്ടെ, 7:30 to 8:30 ആണെന്ന് പറഞ്ഞില്ലായിരുന്നോ നമുക്ക് എക്സാം? അപ്പം ഞാനാണെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ ഒരു ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് സൈക്കോളജിയുടെ. അപ്പം എനിക്ക് ചില സമയത്ത് 8:30 അത്. അന്നേരം നമ്മളിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഗൂഗിൾ മീറ്റിൽ കൂടെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ചെയ്യാൻ പറ്റുമല്ലോ, കുഴപ്പമില്ലല്ലോ? രണ്ടും കൂടെ ഒരെണ്ണത്തിലായതുകൊണ്ട് അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ് ജോഫിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? അല്ല, അത് അറ്റൻഡ് ചെയ്യത്തില്ല. എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ? പിന്നെന്താ, അത് കഴിഞ്ഞ് ജോഫി എക്സാം കഴിയുമ്പോൾ ലീവ് ആവുകയാണല്ലോ ആ ഗൂഗിൾ മീറ്റിൽ. അത് കഴിയുമ്പോൾ മറ്റേ ക്ലാസ്സിന്റെ ഗൂഗിൾ മീറ്റിൽ കയറാലോ. കുഴപ്പമില്ലല്ലോ? ഇല്ല. ശരി. നിങ്ങൾ വൺസ് സബ്മിറ്റ് ചെയ്ത് ലീവ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ക്ലാസ് റൂമിൽ ഇല്ല, പോയി പുറത്തേക്ക് വന്നുവല്ലോ. അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാനപ്പോ ഒന്ന് ഷെയർ ചെയ്യാം. എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ ക്ലാസ്സിൽ ഹെലൻ കെല്ലറിന്റെ സെമിനാർ എടുത്തിരുന്നോ? ഇല്ല മാം. ഹെലൻ കെല്ലർ ആരാന്നറിയോ? ഈ രസതന്ത്രത്തിന്റെ ഒക്കെ എന്തോ. ഇല്ല, ഹെലൻ കെല്ലർ എഴുത്തുകാരി, 3 days to see-യുടെ റൈറ്റർ. അവരുടെ വേറെന്തെങ്കിലും പ്രത്യേകതകൾ അറിയോ? അമേരിക്കൻ ഓതർ ആയിരുന്നു. അമേരിക്കൻ ഓതർ പറ്റത്തില്ലായിരുന്നു. പിന്നെ ജൂൺ 27 ബർത്ത്ഡേ എനിക്കറിയത്തില്ല. കണ്ണും കാണുമ്പോൾ അതെ, നമ്മളെ പോലെ ഹെലൻ കെല്ലർ ഒരു ഓതറാണ്, അമേരിക്കൻ ഓതറാണ്. അവരൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു അല്ലെ? ലേബേഴ്സിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ നമ്മൾക്കുള്ളത് പോലെ എല്ലാ ബ്ലെസ്സിങ്സും ഹെലൻ ഇല്ലായിരുന്നു. ഹെലന് കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. അവർക്കൊരു ടീച്ചർ ഉണ്ടായി, ആനി സെലവൻ. ശരി, ദൃശ്യം അവരുടെ ടീച്ചർ. ആ ഒരു ടീച്ചർ അവരുടെ ലൈഫിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് ലോകം അറിയുന്ന ഹെലൻ ആകില്ലായിരുന്നു അവര് അല്ലേ? ടീച്ചർ ഏകദേശം 50 വർഷം. അതിന്റെ ഒരു കാർട്ടൂൺ പോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ മാം? അത് പഠിപ്പിക്കുന്ന രീതി, ടീച്ചർ ഹെലൻ കെല്ലർ പഠിപ്പിക്കുന്ന രീതി. അതെ അതെ. എങ്ങനെയായിരുന്നു ഹെലനെ ടീച്ചർ പഠിപ്പിച്ചിരുന്നത്? ആ വെള്ളത്തിന്റെ അടുത്ത് പോയി നിന്ന് ആ വെള്ളം ടച്ച് ചെയ്ത് അങ്ങനെ ഒരു ഓരോരോ രീതിയിൽ അത് പഠിപ്പിക്കുന്ന ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഇതൊരു ഭാഗം കണ്ടതായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. വാട്ടർ എങ്ങനെയാണെന്നുള്ളത് ടച്ച് ചെയ്തിട്ടും ആ കാടുകളിൽ പോയിട്ട് ആ സൗണ്ട് മനസ്സിലാക്കിയും. അതുപോലെ പല വേർഡ്സും പറയുമ്പോൾ ഹെലന്റെ കൈ എടുത്ത് ലിപ്പിൽ വെച്ച്, അതായത് മാമിന്റെ ലിപ്പിൽ വെച്ചിട്ട് പഠിപ്പിക്കുന്ന ടീച്ചർ അവരുടെ ലിപ്പിൽ വെച്ചിട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സൗണ്ട് വൈബ്സ് കാരണം ആൾക്ക് ചില വേർഡ്സ് അങ്ങനെ പഠിച്ചെടുക്കാറുണ്ടായിരുന്നു. അപ്പോ അവിടെ നടന്ന ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെലൻ ടീച്ചർ സംസാരിക്കുമ്പോൾ ടീച്ചറുടെ ലിപ്സിൽ അങ്ങനെ ഫിംഗേഴ്സ് വെച്ച് ആ ലിപ്പിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കും. പിന്നെ ഹെലനെ പഠിപ്പിക്കാനായിട്ട് ആനി സെലവൻ യൂസ് ചെയ്തിരുന്ന മെത്തേഡ്, ആനി സെലവൻ ഹെലന്റെ ടീച്ചറായിരുന്നു. ആനി സെലവൻ ചെയ്തിരുന്നത് ഇപ്പൊ വാട്ടർ പഠിപ്പിക്കാനായിട്ട് ഹെലന്റെ കയ്യിലൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചപ്പോ ഹെലന് ഭയങ്കര ഒരു ടിംഗ്ലിങ് എഫക്ട് തോന്നി. ഹെലൻ ഭയങ്കരമായി ചിരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് കയ്യില് WAT എന്ന് പറഞ്ഞ് എഴുതി. അങ്ങനെയാണ് ആനി സെലവൻ ഹെലനെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഹെലന്റെ ആ ഒരു ചൈൽഡ്ഹുഡ് ടെറിബിൾ ആയിരുന്നു. കാരണം ഹെലൻ ജനിച്ച ഉടനെ നോർമൽ കുട്ടിയെ പോലെ തന്നെയായിരുന്നു, കണ്ണും കാണാൻ ചെവിയും കേൾക്കാം. ഹെലൻ ഒരു 6-7 വയസ്സ് ആ സമയത്താണ്
ഒരു ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ഫീവർ ഹെലന് വരുന്നതും ഹെലന്റെ കാഴ്ചശക്തി കേൾവിശക്തി നഷ്ടപ്പെടുന്നതും. അപ്പൊ കൊച്ചു ഹെലൻ 6 വയസ്സ് വരെയും ആ ഒരു നോർമലായി എല്ലാം കാണാനും കേൾക്കാനും പറ്റിയിരുന്ന ഹെലന് അതിങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ ഫ്രസ്ട്രേഷനായി. ജനിച്ചപ്പോഴേ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഫ്രസ്ട്രേഷൻ വരില്ലായിരുന്നു. ഹെലന് ഭയങ്കര ഫ്രസ്ട്രേഷനായി. ഹെലൻ എല്ലാവരോടും ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്ത് കൈ കിട്ടിയാലും വലിച്ചെറിയാൻ തുടങ്ങി. ഹെലൻ ആകെ കംഫർട്ടബിൾ ആയിരുന്നത് ഹെലന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, മാർത്ത എന്നാണ് പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ വീട്ടില് ഹെലന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, മാർത്തയായിട്ട് ഹെലൻ നല്ലപോലെ മേർജ് ചെയ്ത് പോവായിരുന്നു. അപ്പൊ ഹെലന്റെ പാരന്റ്സിന് ഹെലനെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കണം, അതിനെന്താ ചെയ്യാന്ന് കരുതി അവര് ഒരു ബ്ലൈൻഡ് സ്കൂളിൽ ആദ്യം വിസിറ്റ് ചെയ്തു. പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ ബ്ലൈൻഡ് സ്കൂളിൽ വിസിറ്റ് ചെയ്തു. അവിടെ വെച്ചിട്ടാണ് അവര് അനീസലവനെ കാണുന്നത്. അനീസലവൻ അന്ന് വളരെ യങ്ങാണ്, 20+ അത്രയും കണ്ടേ ഉള്ളൂ. അനീസലവനെ കാണുന്നതും അനീസലവൻ ഹെലനെ ടീച്ചറായിട്ട് ഇവർ കൊണ്ടുവരികയും ചെയ്തത്. അനീസലവനും ഇതുപോലൊരു ഹിസ്റ്ററി ഉണ്ട്. അവരും കുറച്ചു കാലം ബ്ലൈൻഡ് ആയിരുന്നു. ഒരു ആക്സിഡന്റിൽ അനീസലവന് കാഴ്ച നഷ്ടപ്പെടുവാണ്. അങ്ങനെ എന്തൊക്കെ ഒരു സർജറി ഒക്കെ ചെയ്ത് കാഴ്ചശക്തി കുറേശ്ശെ തിരിച്ചു കൊണ്ടുവരുവാണ് ചെയ്തത്. അങ്ങനെ ബ്ലൈൻഡ് ആയ സമയത്താണ് അനീസലവൻ പാർക്കിൻസൺ സ്കൂളിൽ വരുന്നതും അനീസലവൻ അവിടെ പഠിക്കുന്നതും എല്ലാം കംപ്ലീറ്റ് ആക്കുന്നതും അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഹെലന് വേണ്ടിയിട്ട് അനീസലവൻ വരുവാണ്. അനീസലവൻ ആദ്യമായി ഹെലന്റെ റൂമിലേക്ക് വന്ന് ഹെലന്റെ കയ്യിലൊരു ഡോളോ എന്തോ വെച്ചു കൊടുക്കും. പക്ഷെ ഹെലനെ അത് വലിച്ചെറിയും. അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കുട്ടിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയും. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ തന്നെ കേട്ട് കഴിയുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്, ശരിയല്ലേ? അല്ലാതെ ആവുമ്പോ നമ്മൾ ഡെഫാണ്, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സംസാരം കുറയും. അതാണ് അവസ്ഥ. കേൾവി കുറയുമ്പോൾ ആളുകളുടെ സംസാരം കുറയാറുണ്ട്, അല്ലെങ്കിൽ അവർ അലറി സംസാരിക്കും, അല്ലെ? കേൾവി ശക്തി കുറയും. അപ്പൊ അങ്ങനെ കയ്യില് ഡോള് വെച്ചു കൊടുക്കുന്നു. ഹെലൻ അത് വലിച്ചെറിയുന്നു ദേഷ്യപ്പെട്ട്. അനീസലവൻ പിന്നെയാണ് വെള്ളം ഇങ്ങനെ കയ്യിലൂടെ ഒഴിച്ചു കൊടുക്കുന്നതും കയ്യിലിങ്ങനെ ഓരോ ലെറ്റർ ഇങ്ങനെ എഴുതുന്നതും ഹെലൻ അത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അന്ന് തുടങ്ങിയ കമ്പാനിയൻഷിപ്പ് ഏകദേശം 50 വർഷത്തിനടുത്തോളം അനീസലവൻ ഹെലന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു കമ്പാനിയനായി, ഗൈഡായി, മെന്ററായിട്ട്, ഹെലന്റെ നല്ലൊരു ടീച്ചറായിട്ട് അനീസലവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഹെലൻ ഗ്രാജുവേഷൻ അങ്ങനെ പല കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഹെലൻ വേൾഡ് മുഴുവൻ ട്രാവൽ ചെയ്യുന്നു. അവര് പല കാര്യങ്ങളും എഴുതുന്നു. ഒരു ഒറേറ്ററാണ്, അവരൊരു പ്രഭാഷണം നടത്തുന്ന രീതിയിൽ. അങ്ങനെ അവർ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് സാധാരണക്കാരായ ലേബേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. ലേബേഴ്സിനെ ഭയങ്കരമായി ചൂഷണം ചെയ്യുമായിരുന്നു. എന്താ പറയാ, മുതലാളിത്തം അങ്ങനെയുള്ള ആൾക്കാര്, അവർക്ക് ലോ വേജ് ഒക്കെ കൊടുക്കും, ശമ്പളമൊക്കെ കുറച്ച് കൊടുക്കും. അങ്ങനെ ഹെലൻ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ കാര്യങ്ങളും കൊണ്ട് ബ്ലെസ്ഡ് ആയ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല. നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇത്രയും ഈ ഡെഫിഷ്യൻസി രണ്ടും, അതായത് ഹെലന്റെ 2 സെൻസാണ് നഷ്ടപ്പെട്ടത്. നമുക്ക് 5 സെൻസസ് ഉണ്ട്, ഹെലന്റെ 2 സെൻസ് നഷ്ടപ്പെട്ടു. 3 സെൻസസേ ഹെലന് ബാക്കിയുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് ഹെലൻ എല്ലാം പഠിച്ചത്. സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആയിരുന്നു അവിടെ. ടച്ച്, ടാക്ടൈൽ സെൻസ് ആയിരുന്നു ഹെലൻ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്, അല്ലെ? അപ്പോ ഹെലൻ ഷാർപ്പാക്കിയത് ഹെലന്റെ ആ ഒരു ടാക്ടൈൽ സെൻസ് ആണ്. അപ്പൊ ഇവിടെ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് നടന്നത്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡും സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഹെലന്റെ സെമിനാർ ക്ലാസ്സിൽ എടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ സെമിനാർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഒറ്റയ്ക്ക് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പ്രസന്റ് ചെയ്യാം. ഹെലന്റെ ചൈൽഡ്ഹുഡ് പിന്നെ അങ്ങനെ പല പാർട്ടാക്കിയിട്ട് ഗ്രൂപ്പായിട്ട് കുട്ടികൾ പ്രസന്റ് ചെയ്യാറുണ്ട്. പവർ പോയിന്റ് ഒക്കെ വെച്ചിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. ഗ്രൂപ്പായിട്ട് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. അപ്പൊ അതെന്ന് വേണമെന്ന് തീരുമാനിച്ചോളൂ, നോ പ്രോബ്ലം. എക്സാം കഴിഞ്ഞിട്ടായാലും പ്രോബ്ലം ഇല്ല. കാരണം നമ്മൾ പാർട്ട് 3ലേക്ക് വരുമ്പോൾ ഈ സെൻസോറിയൽ എഡ്യൂക്കേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ്, അതെന്തൊക്കെ മാറ്റങ്ങൾ ഒരു കുട്ടിയിൽ ഉണ്ടാക്കി എന്നുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹെലൻ കെല്ലർ. അതുകൊണ്ടാണ് ഞാൻ ഹെലൻ കെല്ലറിന്റെ സെമിനാർ എടുപ്പിക്കുന്നത്. എന്ന് വേണമെന്നൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് എക്സാം കഴിഞ്ഞിട്ടായാലും പ്രോബ്ലം ഇല്ല. ഇംഗ്ലീഷിലാണോ പ്രസന്റേഷൻ? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം. ഇംഗ്ലീഷോ മിക്സഡ് ലാംഗ്വേജോ ആകാം. മലയാളം പറയുമ്പോൾ കൊളോക്ലി രീതിയിൽ ഒരിക്കലും പ്രസന്റ് ചെയ്യരുത്. വളരെ ക്ലിയർ ആയിട്ട് നല്ല ലാംഗ്വേജിൽ പ്രസന്റ് ചെയ്യും. പിന്നെ ഈ സെമിനാർ എടുക്കുമ്പോൾ ഇതൊരു റിപ്പോർട്ടായിട്ട് കയ്യിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ 6 പേര് ചേർന്നാണ് എടുക്കുന്നത്. ഓരോരുത്തരും ഓരോ പോർഷൻ ആണെങ്കിൽ പോലും എല്ലാവരും ഫുൾ കാര്യങ്ങളെ പറ്റി അറിയാം.
എന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഒരു റിപ്പോർട്ട് ഉള്ളത് നല്ലതാണ്. ഞാനത് കമ്പൽസറി ആയിട്ട് പറയുന്നൊന്നുമില്ല, വേറൊന്നുമല്ല. നമ്മളുടെ ബയോഡേറ്റയിൽ നമ്മൾക്ക് അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം എഴുതുമ്പോൾ നമുക്ക് അതിൽ കൊടുക്കാം സെമിനാർസ് ടേക്കൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ സെമിനാർ എടുത്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ ടൈറ്റിൽ കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ ബയോഡേറ്റ കാണുമ്പോൾ അവര് അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കാണിക്കാൻ ഈ റിപ്പോർട്ട് കയ്യിലുണ്ടായാൽ ഏറ്റവും വാല്യൂ അത് തന്നെയാണല്ലോ. ചുമ്മാ നമ്മൾ എഴുതി വെച്ചതല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്ത് പക്ഷെ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതൊക്കെ ദാറ്റ് ഇസ് അപ് ടു യു. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ സോ നമുക്കെന്നാ എഡ്യൂക്കേഷൻ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യാം. എഡ്യൂക്കേഷൻ സൈക്കോളജി ഈ ഒരു പേജ് കാണുന്നില്ലേ, എക്സെട്ര റിലേഷൻഷിപ്സ് എക്സെട്ര എന്ന് കാണുന്നവരെ അതുവരെ ഒന്ന് റീഡ് ചെയ്തു കേട്ടോ. മിസ്സേ, അതെ സെമിനാർ എന്ന് പറയുമ്പോ ഹെലൻ കെല്ലറിന്റെ ജീവിത രീതി അങ്ങനെയാണോ? വിഷയം എന്താ, സബ്ജക്ട് എന്താ വരുന്നേ? ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ. അപ്പൊ ഹെലന്റെ ചെറുപ്പകാലം തുടങ്ങി ഹെലന്റെ ലൈഫ് എൻഡ് ആയ, അതായത് ഹെലന്റെ അച്ചീവ്മെന്റ്സും ഹെലന്റെ ലൈഫ് ജേർണി ഉണ്ടല്ലോ അത്. എക്സാം കഴിഞ്ഞിട്ട് ചെയ്യാം മിസ് എന്തായാലും. മതി മതി. ഓരോരുത്തരും സ്വന്തമായിട്ട് ചെയ്താൽ പോരെ മിസ്, അല്ലെങ്കിൽ കുറച്ച് പേര് ചെയ്യും കുറച്ച് പേര് ചെയ്യില്ല. എല്ലാവരും കൂടി അല്ലേ, എല്ലാവരും പങ്കെടുക്കാൻ ഭാഗത്തന്നെ. അതാ നല്ലത്, സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എല്ലാരും. ഇങ്ങനെ മറ്റു ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം, അപ് ടു യു. എങ്ങനെയായാലും നോ പ്രോബ്ലം. ചെയ്യാൻ പറ്റാത്തവര് ഇപ്പം ചിലർക്ക് ഓഡിയോ ആ സമയത്ത് ഓൺ ചെയ്യാൻ പറ്റില്ല, ഓഫീസിലൊക്കെ ഇരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് റിപ്പോർട്ടായിട്ട് വെച്ചോളൂ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണെങ്കിലും അവർ അതിനെപ്പറ്റി നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് ഒരു റിപ്പോർട്ടായിട്ട് വെക്കുവാണെങ്കിൽ അത് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നോട്ട് മാർക്കിനോ എനിക്ക് വേണ്ടിയിട്ടോ അല്ല കേട്ടോ, ഫോർ യുവർ ഗ്രോത്ത്. നിങ്ങളൊന്ന് വളരണം, എന്റെ ആഗ്രഹം അതേ ഉള്ളൂ. ഓക്കെ ഫൈൻ. സോ നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി ഞാൻ പറഞ്ഞ ആ പോർഷൻ വരെ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, നമ്മളത് ഡിസ്കസ് ചെയ്തൊക്കെ പോയല്ലേ, ഞാൻ വിചാരിച്ചെടുക്കാനുണ്ടെന്ന്. ഓക്കെ, അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസും അല്ല അപ്ലൈഡ് സയൻസും പോസിറ്റീവ് സയൻസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയായിരുന്നു. ഈ എക്സെട്ര വരെയും പറഞ്ഞു അല്ലെ, പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എക്സെട്ര അതുവരെ ആയോ? അതുവരെ പറഞ്ഞു മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ഒന്ന് വായിക്കാമോ? ഇവിടെ വരെയും അറ്റൻഷൻ വരെയും നെക്സ്റ്റ് പേജിൽ അറ്റൻഷൻ തീരുന്നവരെ ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ അപ്പോഴേക്കും എന്റെ PDF ഒന്ന് എടുത്തോട്ടെ, വായിച്ചു കൊടുക്കും. ആരാണ്? Education psychology helps the teacher to understand the students and improves their ability. The field of education psychology involves the study of memory, theoretical process, and individual differences via cognitive psychology in conceptually new strategies for learning process improvements. Educators change the teaching methods and environments so that the maximum number of students is served in the general education environment. The educational psychologist studies individual differences of students and devise special education programs for the students of exclusive needs. Special educators provide a continuity of services in which students with special needs receive varying degrees of support based on their educational needs. Common special needs include learning disabilities, communication disabilities, emotional and behavioral disorders. മാം കുറച്ചും കൂടെ ഒന്ന് അപ്പറിലോട്ടാക്കും, സോൾവ് ചെയ്യാമോ? നോക്കിയാണ്ടേ വായിക്കുന്നത്. Thank you, ma'am. Behavioral disorders, psychological disabilities, and development disabilities. Students with these kinds of special needs are likely to benefit from the additional educational services such as different paths to teaching, the use of technology, a specifically suitable teaching area, or a source room.
The Montessori method of education itself is a method which helps the specially needed students to a large extent as it is method based on individual attention. ഇതുവരെ അല്ലേ മാം ഇൻഡിവിജ്വൽ അറ്റൻഷൻ? ഓക്കെ. എഡ്യൂക്കേഷണൽ സൈക്കോളജി അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ ടീച്ചേഴ്സിന് എങ്ങനെ അത് ഹെൽപ്പ് ചെയ്യുന്നു? എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലെ കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഇന്റർവെൻഷൻസ്, എന്ത് ടീച്ചിങ് മെത്തേഡ്, എന്ത് ലേണിംഗ് അറ്റ്മോസ്ഫിയർ അവർക്ക് കൊടുക്കണം, ഇതെല്ലാം ഒരു ടീച്ചർക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ കുട്ടിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, ആ കുട്ടിയുടെ വീക്ക്നെസ് എന്താണ്, അവൻ ഏതെങ്കിലും കാര്യത്തിൽ പേടിയുണ്ടോ, എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ അവന്റെ ലൈഫിൽ, എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ടോ, അതൊക്കെ മനസ്സിലാക്കി മാക്സിമം അവന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഇത് തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നത്. കുട്ടികളെ മനസ്സിലാക്കുന്നു, അവരുടെ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. സ്റ്റഡി ഓഫ് മെമ്മറി, കാരണം നമുക്ക് ചില കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില കൺസെപ്റ്റുകൾ അല്ലെ മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുക ചെയ്യുന്നത്, അത് ലേൺ ചെയ്ത് ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്ത് നോളജ് ആക്കി വെക്കുന്നു, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുന്നു, റിട്രീവ് ചെയ്തിരിക്കുന്നു. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ചില കേസസിൽ. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതായത് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. അപ്പൊ അവരുടെ ഡിഫറൻസസ് ഇതെല്ലാം മനസ്സിലാക്കുന്നു. കൺസെപ്ച്വലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ ഐഡിയ, പുതിയ പുതിയ സ്ട്രാറ്റജീസ് വരുമ്പോൾ അതിന് വേണ്ടുന്ന ഐഡിയ, അങ്ങനെ ഒരു ഇപ്പൊ ഈ ഒരു വർഷം നമ്മളൊരു ക്ലാസ് എടുക്കുവാണ്, ഒരു ബാച്ച്, അവര് പാസ് ഔട്ട് ആയിപ്പോയി, അടുത്തത് വരുന്നത് വേറൊരു ബാച്ചാണ്. അപ്പൊ പ്രീവിയസ് ബാച്ചിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്, ട്രൂ. ബട്ട് വരുന്ന കുട്ടികളെ അനുസരിച്ച് നമുക്ക് ആ ഒരു പ്രോസസ് എങ്ങനെ ചേഞ്ച് ആക്കി എടുക്കണം, എങ്ങനെ ലേണിംഗ് പ്രോസസ് കൊണ്ടുപോകണം. അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, മുമ്പുള്ള ബാച്ചിനെ പോലെ ആണെന്നില്ല, അവരിൽ വ്യത്യാസങ്ങളുള്ളവരുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾക്കിത് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന്, പുതിയ പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവന്ന് ആ ലേണിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിന് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ, അവരുടെ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു എൻവയോൺമെന്റും ടീച്ചിങ് മെത്തേഡ്സും നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്. അതിന് ആ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. അപ്പൊ ടീച്ചർ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് തന്നെയാണല്ലേ. കുട്ടികളുടെ ഡിഫറൻസസ് പഠിക്കുന്നു, പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് വേണം. ചില കുട്ടികൾക്ക് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഹെലൻ കെല്ലറിന്റെ കേസിൽ ഹെലൻ എന്താണോ നീഡ്സ്, ഹെലൻ എങ്ങനെയാണോ ഹെലന്റെ ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാക്കണം, അതിനനുസരിച്ച് ആനി സെലവൻ അതിന് വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യുമായിരുന്നു അല്ലെ. ഇപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ ആനി സെലവൻ. നമുക്കും അറിയാം സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ചിലർക്ക് റീഡിങ്ങിൽ എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടാകും, റൈറ്റിങ്ങിൽ എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടാകും, കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവരുടെ ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കി, അവരുടെ നീഡ്സ് മനസ്സിലാക്കി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ. അതാണ് ഒരു സപ്പോർട്ട് ബേസ്ഡ്, ഓരോ ഇൻഡിവിജ്വലിന്റെ നീഡ്സിനനുസരിച്ച് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഈ കോമൺ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമായി വരുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ലേണിംഗ് ഡിസബിലിറ്റി, റീഡിങ്ങിലാകാം, റൈറ്റിങ്ങിലാകാം, കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റി, അവരത് എന്തെങ്കിലും കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ അവിടെ ഉണ്ടാകുന്ന ഡിസബിലിറ്റീസ്. ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, ഇമോഷണൽ ആ ഒരു രീതിയിൽ വരുന്ന ഡിസോർഡർ, പിന്നെ അവരുടെ ബിഹേവിയറിൽ വരുന്ന ഡിസോർഡർ, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ്, ഫിസിക്കലി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്. പിന്നെ അവര് ഡെവലപ്പായി വരുമ്പോൾ, കുട്ടി വളർന്നു വരികയാണ് പക്ഷെ
ഒരു 4 വയസ്സായി, പക്ഷെ ഇപ്പോഴും 2 വയസ്സുകാരന്റെ രീതിയിലാണ് പെരുമാറുന്നത്. അപ്പൊ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ എന്തോ ഒരു ഡിസബിലിറ്റി ഉണ്ടെന്നുള്ളത് അല്ലെ, അത് മനസ്സിലാകും. അപ്പൊ അങ്ങനെ ഡെവലപ്മെന്റിനെ കൊണ്ട് ഒരു അസസ്മെന്റ് ടൂളൊക്കെ ഞാൻ ഉണ്ടാക്കി കേട്ടോ. അത് സബ്മിഷനൊന്നും ഉള്ളതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു അസസ്മെന്റ് ടൂളിന്റെ കാര്യം അല്ലെ, പറഞ്ഞിട്ടിരുന്നോ? ഒരു നോട്ട്ബുക്കില് വയസ്സിനനുസരിച്ചിട്ടുള്ളത് എഴുതി വെക്കാനല്ലേ മാം ചെയ്യുന്ന കുട്ടികളുടെ ഡെവലപ്മെന്റ്? അതെ അതെ. നമ്മൾ അപ്പൊ പറഞ്ഞു. നമ്മൾ കാണുന്ന കുട്ടികളിലെല്ലാം നമുക്കത് നോട്ട് ചെയ്ത് വെക്കാം. അത് ചെയ്യാവുന്നതാണ്. സ്വന്തം കുട്ടികളിലോ വീട്ടിലെയോ ഫാമിലിയിലെയോ ആരുടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, കാരണം അവർക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആകും. നമ്മൾ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ആ കുട്ടിയിൽ കാണുവാണെങ്കിൽ നമുക്ക് ഇന്റർവെൻ ചെയ്യാം, നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. ആ ചെറുപ്പത്തിലെ തന്നെ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രായമായി കഴിഞ്ഞാലാണ് ആ ഒരു കറക്ഷൻ. കാരണം ഡെവലപ്മെന്റ് സ്റ്റേജ് കഴിഞ്ഞു. ആ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ശരിയായ രീതിയിൽ അത് അഡ്രസ് ചെയ്യാത്ത കാരണം കുട്ടിയിൽ മാറ്റങ്ങളൊന്നും വരാതെ പോകും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടുന്ന അഡീഷണൽ സർവീസസ്, അങ്ങനെ സ്പെഷ്യൽ നീഡ്സിനനുസരിച്ച് കൊടുക്കേണ്ട എഡ്യൂക്കേഷണൽ സർവീസസ് കാര്യങ്ങളെല്ലാം എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നു. അപ്പൊ പലപ്പോഴും ഒരേ മെത്തേഡ് തന്നെ എല്ലാ കുട്ടികളിലും ടീച്ചിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിഫറെന്റ് പാത്ത്, പല പല രീതികൾ, പല പല വഴിയിലൂടെ ചിലപ്പോൾ ആ ടീച്ചർ സഞ്ചരിക്കേണ്ടി വരും. അതുപോലെ ഒരു റിസോഴ്സ്ഫുൾ ആയിരിക്കണം ആ ഒരു ടീച്ചർ എന്ന് പറയുന്നത്. നല്ല ഏരിയ ആയിരിക്കണം നമ്മളുടെ ലേണിംഗ് പ്രോസസ് നടക്കുന്നത്. കുട്ടികൾക്ക് വളരെ വെൽക്കമിങ് ആയിട്ടുള്ള പ്ലസന്റ് ഏരിയ ആയിരിക്കണം. മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെയാണ്. മോണ്ടിസോറി നമ്മളിപ്പോ നെക്സ്റ്റ് പാർട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മോണ്ടിസോറി മെത്തേഡിലുള്ള ലേണിംഗ് എൻവയോൺമെന്റ് അത് വളരെ വെൽക്കമിങ് ആണ്, വളരെ നറിഷിംഗ് ആണ്, ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. കുട്ടിക്കാണ് അവിടെ പ്രധാനം. കുട്ടികളാണ് അവിടെ കിങ് ആൻഡ് ക്യൂൻസ് എന്ന് പറയുന്നത്, അല്ലാതെ നമ്മളല്ല അവിടെ ഡോമിനന്റ് ആയിട്ടിരിക്കുന്നത്. കുട്ടികളാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുമാണ്. ഇപ്പം 40 കുട്ടികൾക്ക് അല്ലെങ്കിൽ 20-30 കുട്ടികൾക്ക് ഒറ്റ ടീച്ചർ എന്നുള്ള രീതിയിലായിരിക്കും സാധാരണ സ്കൂളുകളിലല്ലേ. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ ശരിക്കും ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കും. 10 പേർക്ക് ഒരാള് അങ്ങനെ, അല്ലെങ്കിൽ 5 പേർക്ക് ഒരാൾ, ആ രീതിയിലാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. 5 മെയിൻ കീ ഫാക്ടേഴ്സ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ വരുന്ന ജീവനുള്ള 2 പേര് ആരൊക്കെയാ? ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്. അതെ, ടീച്ചറും സ്റ്റുഡന്റും. ഇവിടെ ടീച്ചർ നമ്മളുടെ ഫെസിലിറ്റേറ്റർ നമുക്ക് പറയാം. സ്റ്റുഡൻസിനെ ലേണർ എന്നാണ് പറയുന്നത്, ലേണർ. പിന്നെ പിന്നുള്ളത് എന്താ? ക്ലാസ് റൂം അല്ലെ, ലേണിംഗ് എൻവിയോൺമെന്റ് എന്ന് പറയും. ഈ ടീച്ചറും കുട്ടിയും മാത്രമാവുന്ന ഏരിയ ആണ് ഈ ലേണിംഗ് എൻവിയോൺമെന്റ്, ഈ ക്ലാസ് റൂം. അപ്പൊ 3ാമത്തെ ഫാക്ടറാണ് ലേണിംഗ് എൻവിയോൺമെന്റ്. പിന്നെ അവിടെ നടക്കുന്നത് എന്താ? ലേണിംഗ് പ്രോസസ് അല്ലെ. 4ാമത്തെ ഫാക്ടറാണ് ലേണിംഗ് പ്രോസസ്. നമ്മളിപ്പോ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു അല്ലെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ്പീരിയൻസസ്, ലേണിംഗ് എക്സ്പീരിയൻസസ്. അപ്പൊ ഇങ്ങനെ 5 ഫാക്ടേഴ്സ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലുള്ളത്. അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഈ 5 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ലേണർ, ടീച്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ, ലേണിംഗ് എൻവിയോൺമെന്റ്, ലേണിംഗ് പ്രോസസ്, അതിൽ നിന്ന് കിട്ടുന്ന ലേണിംഗ് എക്സ്പീരിയൻസസ്. ഓർഡറിലല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 5 ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഓരോന്നായിട്ട് ഓരോരുത്തർക്ക് വായിക്കാം. The learner. The subject matter of educational psychology is knitted around the learner. Therefore, the needs of knowing the learner and the techniques of knowing him well. The topics include the innate abilities and capacities of the individuals, individual differences and their measurement, the overt, covert, conspicuous, as well as senseless behavior of the learner, the characteristics of his growth and development and each stage beginning from childhood to adulthood. ലേണർ നമ്മുടെ സ്റ്റുഡൻസ് അല്ലെ, പ്യൂപ്പിൾ എന്ന് പറയും കുട്ടികൾ.
എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ എല്ലാ കാര്യങ്ങളും ആ ലേണറിനെ ചുറ്റിപ്പറ്റിയ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മോണ്ടിസോറി മെത്തേഡും അങ്ങനെ തന്നെ ചൈൽഡ് ഓറിയന്റഡ്, സ്റ്റുഡന്റ് ഓറിയന്റഡ്, കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ ടീച്ചർ വലിയ പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് അങ്ങനെ ടീച്ചർ ഓറിയന്റഡ് അല്ല, കുട്ടികളെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്, അതിന് ചുറ്റുമാണ്. അപ്പോ ആദ്യം ഈ ലേണറെ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. കുട്ടിയെ അറിയുക എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടൊരു ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ, അത് ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ കുട്ടികളായിക്കോട്ടെ, നമ്മൾ ആദ്യം എന്താ അവരുമായിട്ടൊരു കണക്ഷൻ ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യും. പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഡെവലപ്പിംഗ് എ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ റാപ്പോ ബിൽഡ് ചെയ്യും. നല്ലൊരു കണക്ഷൻ അവരുമായിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു 1 day ഒരു സെഷന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ചെല്ലുവാണെങ്കിൽ കൂടിയും ഫസ്റ്റ് കുട്ടികളുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യും. ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ അവരെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് അവർ ഭയങ്കര ഹാപ്പി ആയി പിന്നെ അവർ ക്ലാസ്സിലേക്ക് അങ്ങ് മേജ് ആയിക്കോളും. അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ അങ്ങനെ ലേണറെ മനസ്സിലാക്കുക, ആ ഒരു പൾസ് നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത കുട്ടിയെ കൂടുതൽ നന്നായി അറിയാനായിട്ട് ശ്രമിക്കും. പിന്നെ ആ കുട്ടിയുടെ എബിലിറ്റീസ്, കപ്പാസിറ്റീസ് ഓരോരോ കുട്ടിയുടെയും അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റണം. പിന്നെ അവരുടെ ഡിഫറൻസസ്, അവരുടെ വ്യത്യാസങ്ങൾ, അവർ തമ്മിൽ പല പല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ കവേർട്ട്, ഒവേർട്ട്. കവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോസ്ഡ്, ഒവേർട്ട് ഓപ്പൺ, കോൺഷ്യസ് ആസ് വെൽ ആസ് സെൻസ്ലെസ് ബിഹേവിയർ ഓഫ് ദ ലേണർ. പലപ്പോഴും ചില സ്റ്റുഡൻസ് ഭയങ്കര ഓപ്പൺനെസ് കാണിക്കും, ചിലര് ഇച്ചിരി അവർക്കൊരു പ്രൈവസി, കോൺഫിഡൻഷ്യൽ ആ ഒരു രീതിയിൽ ഒത്തിരി വിഡ്രോവൽ ആയിട്ട് കാണിക്കും. ചിലര് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ബോധത്തോടു കൂടി പെരുമാറും, ചിലര് സെൻസ്ലെസ് ആയിട്ട് ബോധമില്ലാതെ പൊട്ടത്തരം പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ പെരുമാറും. ഇതെല്ലാം നമ്മൾക്ക് ഒബ്സർവ് ചെയ്യണം. അവരുടെ ആ രീതികളൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവരുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ കുട്ടിയുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജിലും, ചൈൽഡ്ഹുഡ് തുടങ്ങി അഡൾട്ട്ഹുഡ് വരെയുള്ള ആ കുട്ടിയുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് സ്റ്റേജസ് എല്ലാം നമ്മൾ മനസ്സിലാക്കും. നെക്സ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ്. അതാണ് റെഡി ചെയ്യാം. വായിക്കട്ടെ. The learning experiences. Educational psychology helps in determining what learning experiences are desirable, at what stage of the growth and development of the learner, so that these experiences can be acquired with a greater ease and satisfaction. ഓക്കെ, ലേണിംഗ് എക്സ്പീരിയൻസസ്. നമുക്കൊരു ടോപ്പിക്, ഇപ്പൊ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, അതിനകത്ത് എന്ത് തന്നെയാണെങ്കിലും അത് ആ ടെക്സ്റ്റിൽ കുറച്ച് ടോപ്പിക് ഉണ്ട്. ടീച്ചർ അങ്ങനെ അത് മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ അതത്ര ഇഷ്ടപ്പെടുന്നവരില്ല. പക്ഷെ അതിൽ നടക്കുന്ന ഓരോ ഇൻസിഡന്റിനെയും ഒരു റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് അതിനൊരു പിക്ചറൈസേഷൻ, കുട്ടിയുടെ മുന്നിൽ അതിന്റെ ഒരു പിക്ചർ തെളിയുന്ന രീതിയിൽ ആ ടീച്ചർ അതിനെപ്പറ്റി നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അതിലേക്ക് ഇൻവോൾവ് ആകും. അതേസമയം വായിച്ച അതിന്റെ മീനിങ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബോറിംഗ് ആയി തോന്നും, പ്രത്യേകിച്ച് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ. അപ്പൊ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ ആ ഒരു ഇൻഡിപെൻഡൻസിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു വന്ന് ആ ഫ്രീഡം ഫൈറ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദി ബുക്ക്, ആ ബുക്കിനപ്പുറത്തേക്ക് ആ ആളെ പറ്റി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെറുപ്പകാലവും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഭയങ്കര രസമായിട്ട് അവരുടെ മുന്നിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, ഈ ഭഗത് സിംഗ് നമുക്കറിയാലേ, അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയാണ്, തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഭഗത് സിംഗ് ചെറുതായിരുന്ന സമയത്താണ് ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ, ആ കൂട്ടക്കൊല നടക്കുന്നത്. അപ്പോ ഭഗത് സിംഗിന് ഭയങ്കര വിഷമമായി. ഭഗത് സിംഗിന്റെ വീടിനടുത്തുള്ള ഒരു പ്രദേശമാണ്. അദ്ദേഹം രാത്രി അതൊക്കെ കഴിഞ്ഞ് ഒതുങ്ങി ആ സമയത്ത് അവിടെ പോയിട്ട് അവിടെ നിന്ന് ആ ചോര വരണ്ട മണ്ണ് ഒരു സഞ്ചിയിലാക്കി അതും കൊണ്ടുവരും. അതുകൊണ്ട് വന്ന് സൂക്ഷിച്ചു വെക്കുന്ന ഒരു
കാര്യം അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇത് ചെയ്തവരെ ഞാൻ ഇല്ലാതാക്കും, ഇങ്ങനെയൊരു ക്രൂരമായ കാര്യം ചെയ്ത ആളുകൾക്കെതിരെ ഞാൻ പോരാടുന്ന മണ്ണെടുത്ത് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്ന ഒരു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മണ്ണ് കൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഏത് ചൈൽഡ്ഹുഡും അവര് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടുതൽ കാര്യമായിട്ട് അറിയും. നമ്മള് സോഷ്യലിൽ എന്താ പഠിക്കുക, ഭഗത് സിംഗ് അവർക്കെതിരെ വളരെയധികം പോരാടി അങ്ങനെ ജീവൻ നഷ്ടമായി രക്തസാക്ഷിയായി മാറി, അത്രയൊക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മള് കുട്ടികളെ കൂടുതലും ഭഗത് സിംഗിന്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു, അദ്ദേഹം ചൈൽഡ്ഹുഡിൽ എങ്ങനെയായിരുന്നു, അങ്ങനെ കാര്യങ്ങൾ ആ ബുക്കിലില്ലാത്ത കാര്യങ്ങൾ വളരെ കഥാരൂപത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ കുറെ കൂടെ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കും. ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസസ് അവർക്ക് മനസ്സിൽ തോന്നും, ശരിയാ ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ നമുക്ക് ഇനി ഇവരെല്ലാം സ്വാതന്ത്ര്യം വാങ്ങി തന്നെന്നുള്ള രീതിയിൽ. കാരണം ഞാനൊന്നും പഠിക്കുമ്പോഴൊന്നും ഒരിക്കലും ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. അവരിങ്ങനെ അതങ്ങ് പറഞ്ഞു പോയി അങ്ങനെ പഠിക്കേണ്ട ഭാഗങ്ങൾ ഇടയിൽപ്പെടുത്തുക, ക്വസ്റ്റ്യൻ പറഞ്ഞു തരിക, അങ്ങനെ അതുമായി ബന്ധമുള്ള ഫിലിം കാണിക്കുക, അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് തന്നെ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു സോഷ്യൽ. പക്ഷെ സയൻസ് പിന്നെ ഇഷ്ടമായിരുന്നു. കാരണം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ചെറിയ ചെറിയ എക്സ്പെരിമെന്റ് ഒക്കെ ക്ലാസ്സിൽ കാണിച്ചു തരും. കെമിസ്ട്രിയുടെ ഒക്കെ ലിറ്റ്മസ് പേപ്പർ കൊണ്ടുവന്ന് കളർ മാറുന്നതും ആസിഡും ബേസും അതിന്റെയൊക്കെ വെച്ചിട്ട് ടീച്ചർ കാണിച്ചു തരുമായിരുന്നു. ഫിസിക്സിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ കാണിച്ചു തരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര സയൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മാത്സ് പിന്നെ പൊതുവെ ഇഷ്ടമായിരുന്നു. മാത്സിലും കുറെ തിയറംസ് ഒക്കെ ഉണ്ടല്ലോ പ്രൂഫ് ചെയ്യാനും, അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. മലയാളം സോഷ്യലും ആയിരുന്നു എനിക്ക് ഇഷ്ടമില്ലാതിരുന്നത്. സോഷ്യലിലാക്കല്ലേ ഗ്ലോബ് കൊണ്ടുവരും എടുക്ക് സോഷ്യലില് ഗ്ലോബ് കൊണ്ട് കാണിച്ചു എത്ര ഉള്ളു. ഓക്കെ, എന്നിട്ട് നമുക്ക് കൊറോണ സമയമായപ്പോ സ്കൂളുകളൊക്കെ ക്ലോസ് ചെയ്തില്ലേ, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഒരു ഓൺലൈൻ ട്യൂഷൻ ആപ്പിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടു. അവർക്ക് അവിടെ മാത്സ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. പക്ഷെ അവർക്ക് സോഷ്യൽ എടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോ 10th ഒരു കുട്ടി ആയതുകൊണ്ട് അതിന് ഞാൻ സോഷ്യൽ എടുത്തു. ആ സമയത്ത് ഞാൻ ഇതുപോലെ ഹിസ്റ്ററി അന്വേഷിച്ചു, കുറേ ഡിഗ് ചെയ്ത് പോയി. കുറേ കഥകൾ ഇതുപോലെ ഭഗത് സിംഗിനെ കുറിച്ചും ഉദ്ധം സിംഗിനെ കുറിച്ചും ഒക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, അംബേദ്കറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അതുപോലെ അതിന് ക്ലാസ് എടുത്തു കൊടുത്തു. അപ്പൊ ഞാൻ ഇവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോഴേക്കും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇമോഷൻ ആയിരുന്നു. വളരെയധികം വിഷമം വരികയൊക്കെ ചെയ്തു. ഇത്രയും കഷ്ടപ്പാടുകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടല്ലോ ചൈൽഡ്ഹുഡിലാണെങ്കിലും നമുക്ക് ഇൻഡിപെൻഡൻസ് തരാനാണെങ്കിലും. അങ്ങനെയൊക്കെ നമ്മൾ ഫീൽ ചെയ്തു, നമ്മൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, അങ്ങനെ സോഷ്യൽ ഇതാണെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മള് കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ കാര്യം പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ കുറേ ഇങ്ങനെയാണ് ഗൂഗിൾ ചെയ്ത് കുറെ അല്ലാതെ ബുക്കൊക്കെ വായിച്ചിട്ടാണ് ആ കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നത്. അതുകൂടാതെ ഞാൻ പഠിച്ച സ്കൂൾ അതൊരു ഗവൺമെന്റ് സ്കൂളായിരുന്നു. അവിടെ ടീച്ചേഴ്സ് കുറവായിരുന്നു. ഇപ്പൊ കോവിഡ് സമയത്ത് പുതിയ അപ്പോയിന്റ്മെന്റും നടക്കുന്നില്ല, ക്ലാസ് എടുക്കാൻ ടീച്ചർമാരില്ലായിരുന്നു. അങ്ങനെ ബയോളജിയും സോഷ്യലും ഞാൻ 8, 9, 10 ക്ലാസ്സുകൾക്ക് എടുത്തു ഓൺലൈനായിട്ട്. അപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് കാരണം കുറേ കാര്യങ്ങൾ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എടുത്തപ്പോഴേക്കും ആണ് ഇങ്ങനെയാണ് ഇതൊക്കെയെന്ന് മനസ്സിലാകുന്നത്. പഠിച്ച സമയത്തൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, സ്കൂളിൽ പഠിച്ച സമയത്ത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഏജ് ആയപ്പോഴാണ് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നൊക്കെ മനസ്സിലായത്. അന്ന് സബ്ജക്ട് സ്റ്റഡി ആയിരുന്നു, പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് കുറെ മാർക്ക് കിട്ടിയെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച്. ക്ലാസ് എടുക്കുന്ന സമയത്ത് മാം ഒരു ഹിസ്റ്ററി ടീച്ചർ ആണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്, അത്ര നല്ല രീതിയിൽ ഇങ്ങനെ കഥ പറഞ്ഞു പോകും. ശരി, ഹിസ്റ്ററി ആയിരുന്നില്ല എന്റെ സബ്ജക്ട്, ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മോണ്ടിസോറി എടുത്തതാ കുറെ വർഷങ്ങൾക്ക് ശേഷം. അപ്പം ശരിക്കും എനിക്ക് അന്ന് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്തായിരുന്നു എന്റെ ഫ്രണ്ട് പറഞ്ഞത്, ഒരു സിനിമയില്ലേ മമ്മൂട്ടിയുടെ പഴശ്ശിരാജ. എനിക്ക് അങ്ങനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മൂവി കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല, മൂവിയാണ്. അപ്പൊ ആ കുട്ടി പറയാണ് അത് പഴശ്ശിരാജ കാണാൻ പോയി, ഭയങ്കര സങ്കടം വന്നു, കരഞ്ഞു എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാന്ന് ചോദിച്ചു, പറയും എന്ത് കഷ്ടപ്പെട്ടിട്ടാ ഇവരൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നത്. പഴശ്ശിരാജയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരാളാണല്ലോ, അങ്ങനെ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് അവർ സഹിച്ചത്. ആ സമയത്താണ് ഞാനിങ്ങനെ ഈ സോഷ്യൽ എടുക്കാൻ തുടങ്ങിയത്. അത് ഷൂട്ട് ചെയ്തത് നമ്മളെ നാട്ടിലാട്ടോ മിസ്. കാടൊക്കെ നമ്മള് അതെ വയനാടല്ല, കണ്ണവം ഇങ്ങ ഫോറസ്റ്റ് ഇങ്ങോട്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് ആണ്. ശരി.
അങ്ങനെ കുട്ടി പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ പഴശ്ശിരാജയെ കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയാനും ശ്രമിച്ചിട്ടില്ല. ആ ഒരു പാരഗ്രാഫ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അന്നൊന്നും പറഞ്ഞു തരാനും ആരും ഇല്ലായിരുന്നല്ലോ. നമ്മള് പരീക്ഷ പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു. ആ കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമൊക്കെ ഇങ്ങോട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിന്റെ പേര് മറന്നുപോയി. ഒരു പുഴ കടന്നിട്ട് അപ്പുറം പോകുന്ന ഒരു ക്ഷേത്രമുണ്ട്. അപ്പൊ അവിടെയെല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്പൊ നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ഇത് ഓക്കെ. അതെ, അന്ന് ഓരോ യുദ്ധങ്ങളുടെ ഇയറൊക്കെ പഠിക്കണം, അല്ലാതെ ചില ഇയറൊക്കെ പഠിക്കേണ്ടി വരുമ്പോ അതാണ് നമ്മൾ മെമ്മറൈസ് എന്നൊരു സംഭവം പറഞ്ഞില്ലേ കുറച്ചു മുമ്പ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ കൺസെപ്റ്റ് ഓഫ് മെമ്മറി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മെമ്മറൈസ് ചെയ്യാം. പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ മക്കപ്പ് ബൈ ഹാർട്ട് ചെയ്യേണ്ടതില്ല. ചിലത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ ലേൺ ചെയ്യണം എന്നാ പറയുന്നത്. ആ ഒരു സബ്ജക്ട് സ്റ്റഡിയിങ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റി വെച്ച് ലേണിംഗ് പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ ഇക്കാലം നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാവും. ഓക്കെ. 10ാം ക്ലാസ് വരെയുള്ള ഹിസ്റ്ററി ഒക്കെ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ +1 ഹ്യൂമാനിറ്റീസ് എടുക്കുക കാരണം അപ്പോഴുള്ള ഹിസ്റ്ററി ഒക്കെ ഈ മുഗൾ ചക്രവർത്തിമാരുടെ പേരുകളും അവരുടെ ഒരുപാട് പേരും ഇതൊക്കെ പഠിക്കാനുണ്ട്. അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും സഫീദ. ഒരു വലിയ വലിയ പക്ഷെ പേരുകളൊക്കെ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു മിസ്. പൊളിറ്റിക്സും അതെ, അതേപോലെ തന്നെ ഹിസ്റ്ററി അതെ. ഭയങ്കര നമുക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് വേണം. അപ്പൊ നമുക്ക് എല്ലാം ചെകഞ്ഞ് ഇങ്ങനെ എടുക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. ശരിയാ, ചിലർക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമാനിറ്റീസ് അങ്ങനെ എടുക്കുന്നവരുണ്ട്. പക്ഷെ ഹ്യൂമാനിറ്റീസ് നല്ലതുപോലെ പഠിക്കാനും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എത്ര ഇയർ പഠിക്കണം, ഭയങ്കര പാടാണ്. പിന്നെ ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തോന്നുന്നു. ഞങ്ങളെ ഓർക്കുന്ന ടീച്ചർമാരായിരുന്നു ഉണ്ടായിരുന്നത് സ്കൂളില്. അതുകൊണ്ടായിരിക്കാം, അറിയില്ല. രസമായിട്ട് പഠിപ്പിക്കുന്നവരുണ്ടാവും, നല്ല രസമായിട്ട് അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നവരുണ്ടാവും. അതും ഒരു കഴിവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നും ആരും കിട്ടിയില്ല ആ സമയത്ത്. അതിന്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഓക്കെ, ഇനി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ക്വാളിറ്റി മോശമാവരുതല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു. ഓക്കെ, സോ ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ് നമ്മൾ പറഞ്ഞത്. കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആകും അന്നത്തെ ഒരു ക്ലാസ് കഴിയുമ്പോൾ. നമ്മൾ ആ രീതിയിൽ അവരെ ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഭയങ്കര നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കും, ആ ഒരു രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ലേണിംഗ് പ്രോസസ്. Yes, please. Learning process. After knowing the learning and deciding what learning experience are to be provided, educational psychology moves on to the law, principles, and theories of learning. Other terms in the learning process are reminding and forgetting, preserving concept formation, thinking and reasoning, problem solving, transfer of learning, way and means of efficient learning. ലേൺ, റീലേൺ, അൺലേൺ. അതാണ് ശരിക്കും ലേണിംഗ് പ്രോസസ്സിന്റെ ഒരു കൺസെപ്റ്റ്. നമ്മൾ പഠിക്കുന്നു, നമ്മളതിനെ വീണ്ടും അനലൈസ് ചെയ്ത് റീലേൺ ചെയ്യുന്നു, കുറച്ചുകൂടെ മനസ്സിലാക്കുന്നു. അൺലേൺ, ചിലത് നമുക്ക് വേണ്ടാത്തത് നമ്മൾ കളയുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ്. ചിലത് നമുക്ക് ഓർത്ത് വെക്കേണ്ടതുണ്ട്, നമ്മളത് ആ ഒരു എക്സാം കഴിയുമ്പോഴേക്കും അത് നമ്മളിപ്പോ പാനിപ്പട്ടി യുദ്ധം എന്നാ നടന്നു ചോദിച്ചാൽ 1771 77 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ പോയി, ആ എക്സാം കഴിയുമ്പോഴേക്കും അതങ്ങ് പോകും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് വെച്ചിട്ട് പിന്നെ അതങ്ങ് നമ്മൾ ഫോർഗെറ്റ്. അതാണ് അൺലേൺ എന്ന് നമ്മൾ പറയുന്നത്. ചിലത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ പെർസീവിങ്, അത് ഉൾക്കൊള്ളുന്നു. നമ്മളുടെ ഒരു പെർസെപ്ഷൻ, നമ്മുടെ ഒരു കാഴ്ചപ്പാടും ഉണ്ട്. പിന്നെ കൺസെപ്റ്റ് ഫോർമേഷൻ, ആ ഒരു കാര്യത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഫോം ചെയ്യും. വേസ് ആൻഡ് മീൻസ് ഓഫ് എഫിഷ്യന്റ് ലേണിംഗ്, ഇതിന്റെ മാർഗങ്ങൾ, മെഷേഴ്സ്, ഒരു എഫിഷ്യന്റ് ലേണിങ്ങിനുള്ള മെഷേഴ്സ്, ടൂൾസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു ലേണർ വരുന്നു, ഒരു ടീച്ചർ ഉണ്ടാകും. ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ
ലേണിംഗ് എക്സ്പീരിയൻസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പം പലതിലും പല സബ്ജക്റ്റിലും ലോസ് ഉണ്ടാവും, പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, തിയറീസ് ഉണ്ടാവും. ചില ലോസ് നമുക്ക് ചില പ്രോബ്ലം സോൾവിങ്ങിന് ആവശ്യമായിട്ട് വരും, ചില പ്രിൻസിപ്പിൾസ് ആവശ്യമായിട്ട് വരും, ചില തിയറീസ് ആവശ്യമായിട്ട് വരും. ചിലത് നമ്മൾക്ക് ജസ്റ്റ് ഓർത്ത് വെക്കുക, പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ് നമ്മളുടേതായ ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യുന്നു. നമ്മുടെ പെർസെപ്ഷൻസ് ആലോചിച്ച് പ്രോബ്ലം സോൾവിങ്, റീസണിങ് എല്ലാം വരും. പിന്നെ പഠിച്ച കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും, എന്തിലേക്കെങ്കിലും അപ്ലൈ ചെയ്യാം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. പിന്നെ അതിന് വേണ്ടുന്ന മെഷേഴ്സ്, ടൂൾസ്, ആ ഒരു എഫിഷ്യന്റ് ലേണിങ്ങിൽ അതൊക്കെയാണ് ലേണിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. നെക്സ്റ്റ്, ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്. അതും ഫെസിലിറ്റേറ്ററും കൂടി ഉണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് വായിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അത് കൂടെയല്ലേ ഉള്ളൂ, ഒരു പണിയായി എന്നാലും. യെസ് പ്ലീസ്. Learning situation or environment. Here we deal with the environmental factors and learning situations which come in the middle between the learner and the teacher. The topics like classrooms, climate, and group dynamic, techniques and aids that facilitate learning and evaluation, techniques and practices, guidance and counseling, etc. for the smooth functioning of the teaching learning process. Ma'am, explain ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഇതിൽ വരാൻ. അടുത്തത് വായിച്ചോളൂ, ഒരുമിച്ച് പറയാം. The teacher is a potent force in any scheme of teaching and learning process. It discusses the role of the teacher. It indicates the need of knowing himself for a teacher to play his role properly in the process of education. His conflicts, motivation, anxiety, adjustment level of goal, etc. It throws light on the essential personality traits, interests, aptitudes, the characteristics of effective teachings, etc. so as to inspire him to become a successful teacher. നമുക്ക് ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്, നമ്മുടെ ആ ഒരു ക്ലൈമറ്റ്, അറ്റ്മോസ്ഫിയർ, ക്ലാസ് റൂം എന്ന് പറയുന്നത്, ഇവിടെ പല രീതിയിലുള്ള അവിടെ തന്നെ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പല സിറ്റുവേഷൻസ് വരും, പല ടോപ്പിക്സ് വരും, ചിലപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിരിക്കും, പല ടെക്നിക്സ് യൂസ് ചെയ്യും, പല ടൂൾസ് യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത് അല്ലെ. ചിലപ്പോ സെമിനാർസ് കണ്ടക്ട് ചെയ്യാം, എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കാം, ചിലപ്പോ ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസ് കൊടുക്കാം. അങ്ങനെ പിന്നെ ഇവാലുവേഷൻസ് നടക്കും. ആ ഒരു എൻവയോൺമെന്റിൽ അസസ്മെന്റ് നടക്കും, എക്സാംസ് ഉണ്ടായിരിക്കാം, വാലുവേഷൻ ഉണ്ടായിരിക്കാം, പല രീതിയിലുള്ള ടെക്നിക്സ്, പ്രാക്ടീസസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ്, സപ്പോർട്ട്. ഇപ്പൊ അവരൊരു പ്രോജക്റ്റ് ചെയ്യുവാണ്, ആ ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കാം, സപ്പോർട്ട് കൊടുക്കാം. അങ്ങനെ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ടീച്ചിങ്ങും ലേണിംഗ് പ്രോസസ്, പഠിക്കുന്നതുമായിട്ടുള്ള പ്രോസസ് നല്ല രീതിയിൽ നടക്കുന്ന രീതിയിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. ടീച്ചർ ഒരു പൊട്ടന്റ് ഫോഴ്സ് ആണ് ഏതൊരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിലും. ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ ഒരു പൊട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു കുട്ടി എന്നോട് ചോദിച്ചു, കുട്ടികൾക്കല്ലേ ഇമ്പോർട്ടൻസ്, കുട്ടിയല്ലേ അവിടെ പ്രധാനം? യെസ്, കുട്ടികൾ തന്നെയാണ് പ്രധാനം. പക്ഷെ കുട്ടിയുടെ ഉള്ളിലുള്ള സ്പാർക്ക് കണ്ടെത്തി അതിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത്, അവരെ ഗൈഡ് ചെയ്യുന്ന, ഒരു മെന്ററായി നിൽക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് ടീച്ചറാണ്. കാരണം അങ്ങനെ ഒരു സ്പാർക്കിനെ കണ്ടെത്തി അതിനെ കത്തിച്ചു വിടാനായിട്ടാണ് ഒരു ടീച്ചർ അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ടീച്ചർ ഒരു പൊട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്തിനും ഒരു ഫോഴ്സ് കൊടുക്കാൻ ആരെങ്കിലും വേണമല്ലേ. അത് ഏതൊരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ, ഏതൊരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ആണെങ്കിലും ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ആ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആദ്യം സ്വയം മനസ്സിലാക്കണം, സ്വന്തം പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കണം. നോയിങ് ഹിംസെൽഫ്, അവനവനെ തന്നെ തിരിച്ചറിയണം. അപ്പോഴാണ് പ്രോപ്പർ ആയിട്ട് ആ ഒരു എഡ്യൂക്കേഷനുള്ള ആ പ്രോസസ്സിൽ ടീച്ചർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ടീച്ചറുടെ കോൺഫ്ലിക്ട്സ്, മോട്ടിവേഷൻ, ആങ്സൈറ്റി, അഡ്ജസ്റ്റ്മെന്റ്, നമുക്ക് പല പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും പേഴ്സണൽ ഇഷ്യൂസും എല്ലാം ഉണ്ടായിരിക്കാം. ഇതെല്ലാം നമ്മൾ മാറ്റി അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അല്ലാതെ നമുക്ക് ഈ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ വന്നിട്ട് നമുക്ക് കാര്യമായി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ
നമ്മൾ അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ്, കൺഫ്യൂഷൻസ്, അങ്ങനെയുള്ള ഇമോഷൻസ് അതിനെല്ലാം നമുക്ക് ഈസിലി മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു റോൾ മോഡൽ ആയിരിക്കും ഒരു ടീച്ചർ എന്നല്ലേ. ടീച്ചർക്ക് പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, നമുക്ക് സ്വഭാവ സവിശേഷതകൾ കാണും. അത് എസെൻഷ്യൽ ആയിട്ടുള്ളത് വേണം. കാരണം കുട്ടികൾ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചറുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്സ് അപ്പൊ എപ്പോഴും ഡെവലപ്പ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം, ഒരു സക്സസ്ഫുൾ ആയിട്ട് വരേണ്ട ഒരാളായിരിക്കണം ടീച്ചർ. ഓക്കെ, ഫൈൻ. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി എക്സാംസ് കഴിഞ്ഞിട്ട് സെമിനാറിൽ നോക്കിയാൽ മതി. കാരണം ആ ഒരു ചോദിച്ചോട്ടെ? യെസ് പ്ലീസ്. നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പാഠപുസ്തകത്തിൽ നിന്നാണല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഇമ്പോർട്ടൻസ് മുഴുവൻ കൊടുത്തിരിക്കുന്നത് മോക്ക് ടെസ്റ്റിൽ കൂടെ. അത് പഠിച്ചാൽ മതി, ടെക്സ്റ്റ് ബുക്കും വായിക്കണോ? എങ്ങനെയാ വേണ്ടത്? ഇമ്പോർട്ടൻസ് മോക്ക് ടെസ്റ്റിൽ വരുന്നുണ്ടല്ലോ, അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതിയോ അതോ മോക്ക് ടെസ്റ്റ് മാത്രം പഠിച്ചാൽ മതിയോന്നാണോ ചോദിച്ചത്? അത് ടെക്സ്റ്റ് ബുക്കും വായിക്കണോ? മോക്ക് ടെസ്റ്റ് വായിച്ചാൽ ജസ്റ്റ് പാസ്സാവുമായിരിക്കും, കുഴപ്പമുണ്ടാവില്ല. ക്ലാസ്സിൽ കയറാറുള്ളതാണോ? അതെ, ക്ലാസ് കയറാറുണ്ട്. ഇതെന്താ പ്രശ്നം? നോ ടെൻഷൻ. ക്ലാസ്സിൽ തുടങ്ങി ടെക്സ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലൊക്കെ ഫ്രീ ആവുമ്പോ ഒന്ന് വായിച്ചോളൂ. കാരണം ടെക്സ്റ്റ് അല്ലാതെ നിങ്ങൾ ക്ലാസ്സിൽ കയറാത്ത ഒരാൾ ടെക്സ്റ്റ് വായിക്കുന്നതും ക്ലാസ്സിൽ കയറിയ ഒരാൾ ടെക്സ്റ്റ് വായിക്കുമ്പോഴും ഡിഫറെന്റാ. ക്ലാസ്സിൽ കയറിയ ആൾക്ക് പെട്ടെന്ന് ആ കൺസെപ്റ്റ് മനസ്സിലാവും. നോട്ട് പുസ്തകമൊക്കെ തന്നിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ഒക്കെ, അതും പഠിക്കണ്ടേ? ഞാൻ പഠിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയൊന്നുമില്ല. നിങ്ങളത് അറിയുക എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് പഠിത്തം പരീക്ഷ എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ, അതുകൊണ്ട് ചോദിച്ചത്. ഇത് ടേം 1 എക്സാമിനേഷൻ കഴിയുമ്പോ ജിനു തന്നെയാണ് പേര്, ഈ കാണുന്ന പേര് തന്നെയാണോ? ജിനു എന്നോട് പറയും, ഓ മാം ഇത് പ്രശ്നമില്ലല്ലോ എന്ന് ഇങ്ങോട്ട് പറയും. കാരണം നിങ്ങള് പഴയ കോഴ്സ് അത് ടേം എക്സാം കഴിഞ്ഞിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. നോ പ്രോബ്ലം, പേടിക്കണ്ട. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യൂ. ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ മതി. മാം മോക്ക് ടെസ്റ്റ് ഇടണേ, മറന്നു പോകരുതേ. മാമിന്റെ കുറെ ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് എന്താ പറയാ, ഞാൻ പറയാമെന്ന് വിട്ടി. മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ടേക്കാം. ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. ക്ലാസ് കണ്ടിട്ട് ടെക്സ്റ്റ് വായിച്ചാൽ ആ കൺസെപ്റ്റ് ഫോർമേഷൻ പെട്ടെന്നാവും. ക്ലാസ് കാണാതെ ടെക്സ്റ്റ് വായിച്ചാൽ ഇറ്റ്സ് ടു ടഫ്. മാം ഒന്ന് കാണാനായിട്ട് നല്ല ഭംഗിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. താങ്ക് യു. ആക്ച്വലി കുറെ നാള് കൂടിയിട്ടൊന്ന് അമ്പലത്തിൽ പോയി, പിറന്നാളായിരുന്നു, അതാണ്. ഓ ഹാപ്പി ബർത്ത്ഡേ. ഡേറ്റ് ഒക്ടോബർ 19 ഡേറ്റ്. നാളെ എന്താണ് വന്നത്? അപ്പൊ ഒന്ന് അമ്പലത്തിൽ പോയി. രാവിലെ 10:30 ക്ലാസ് ആയിരുന്നു, ധൃതി പിടിച്ച് ഓടിപ്പോയി അമ്പലത്തിൽ പോയി വന്നത്. അപ്പൊ പിന്നെ ഡ്രസ്സ് ഒന്നും മാറാൻ സമയം കിട്ടി. താങ്ക് യു. പോലെ താങ്ക് യു. ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ മാമിനെ കാണാൻ വേണ്ടിയിട്ടല്ലോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. എല്ലാവരുടെയും വിശ്വസിന് താങ്ക് യു. എന്റെ മോളുടെ ബർത്ത്ഡേ എന്നാണ്. അതാരാണോ? ആരായിരുന്നു മോളുടെ ബർത്ത്ഡേ വിഷസ്? പറയൂ. ഷംന. താങ്ക് യു മാം. Once again, thank you for the wishes. Thank you so much.